അപ്പൊ നമ്മളെ ഇന്നത്തെ ക്ലാസ്സിൽ ഇവിടെ പരമാവധി സമയത്തിനുള്ളിൽ ഒരുപാട് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യും. രാത്രി 10 മണിക്ക് ഇതെല്ലാം ചേർത്തിട്ടുള്ള പരീക്ഷ നമ്മളെ നടത്തും കേട്ടോ. പിന്നെ നിങ്ങളെ ഏതെങ്കിലും ഒരു പഴയ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് അതിൽ ഏതെങ്കിലും ഒരു ഏരിയയിൽ ഒരു ചോദ്യം നിങ്ങൾക്ക് അറിയില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വിഷമൊന്നും വിചാരിക്കേണ്ട. നമ്മളിതാ കാലെടുത്ത് വെക്കുന്നേ ഉള്ളൂ. ഇനി നമ്മളെ നടക്കും, പിന്നെ നമ്മൾ ഓടും, പിന്നെ നമ്മളെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തുമ്പോഴത്തേക്കും ഈ പറയുന്ന എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലെ എല്ലാ ചോദ്യങ്ങളും നമ്മൾ ചെയ്യും കേട്ടോ. അതിലൊന്നും ആരും വിഷമം വിചാരിക്കേണ്ട. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ചോദ്യങ്ങളിലേക്ക് പോകാം കേട്ടോ. ചിലർ ഇപ്പൊ തന്നെ കുറെ ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങ് എടുത്തിട്ട് ചറപറാന്ന് നോക്കിയിട്ട് അതിനകത്ത് കിട്ടാത്ത ചോദ്യം വരുമ്പോ ബേജാറാവുന്ന ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെ ഒന്നും ചെയ്യണ്ട. നമ്മളിങ്ങനെ പതിയെ 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 നമ്മൾ അങ്ങ് സെറ്റാക്കി പോകും കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് പോകാം. പിന്നെ ഗ്രൂപ്പ് വളരെ സജീവമായിട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. ബാച്ച് 1 അടിപൊളിയാണ്. ബാച്ച് 2 കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ കുറവുണ്ട്. നിങ്ങൾ പഠിക്കുമ്പോൾ ഈ ഏരിയയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് VDU? ഇത് ഈ ഏരിയയിലുള്ള ചോദ്യമല്ല, പക്ഷെ ഇത് എടുത്തപ്പോ അതിന്റെ കൂട്ടത്തിൽ വന്നതായതുകൊണ്ട് നമുക്ക് അതും കൂടെ ഡിസ്കസ് ചെയ്യുന്നു. ഇത് ബാച്ച് 1കാർക്ക് കണ്ണും പൂട്ടി ഉത്തരം എഴുതാം. ബാച്ച് 2കാർക്ക് ഏപ്രിൽ 20 നമ്മൾ സ്റ്റാർട്ട് ചെയ്യും കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസ് കേട്ടോ. VDUവിന്റെ ഫുൾ ഫോം എന്താണ്? VDU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോണിറ്ററിന്റെ മറ്റൊരു പേരാണ് അല്ലെ. മോണിറ്ററിന്റെ മറ്റൊരു പേരാണ് VDU എന്ന് പറയുന്നത്. എന്താണ് VDU? വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് ആണ് കേട്ടോ. വിഷ്വൽ ഡിസ്പ്ലേ. ഇതാണ് നമ്മുടെ വേർഡുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ ചോദ്യം. Dash key is used instead of mouse to select tools on ribbon by displaying the key tips. ഇത് നമ്മൾ പഠിച്ചോ ഈ ചോദ്യം? ഇത് നമ്മൾ പഠിച്ചോ? എന്താണ് ഇതിന്റെ ആൻസർ? Dash key is used instead of mouse to select tools on the ribbon by displaying the key tips. ഏതാ ആൻസർ? നമ്മൾ പഠിച്ചല്ലേ, സിമ്പിൾ ആയിട്ട് നമ്മൾ പഠിച്ചല്ലേ. ഇത് കിട്ടുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ആളുകളെ ഒന്നും കൂടി ആലോചിക്കുക. നമ്മൾ ഇൻസേർട്ട് ടാബിലെ ഷോർട്ട് കട്ട് കീസ് പഠിച്ച സമയത്ത് റിബണിലേക്ക് പോകാൻ ഏത് കീ ആണ് നമ്മൾ പ്രസ് ചെയ്തത്? ആൾട്ട് അല്ലേ, ആൾട്ട് N അല്ലേ പ്രസ് ചെയ്തത്. അപ്പൊ ആൾട്ട് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുക? മുകളിലുള്ള മൗസിന് പകരമായിട്ട് മുകളിലുള്ള റിബണിലേക്ക് പോകാൻ സാധിക്കുക കേട്ടോ. മുകളിലുള്ള റിബണിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആൾട്ട് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? അതിലുള്ള ഓരോ ടാബുകളും നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിലെ ആൾട്ട് അടിച്ച് N അടിക്കുമ്പോഴാണ് ഇൻസേർട്ട് ടാബിലേക്ക് പോവുക കേട്ടോ. ഇൻസേർട്ട് ടാബിലേക്ക് ആൾട്ട് N ആണ്, ഹോമിലേക്ക് ആൾട്ട് H ആണ്. ഇതൊക്കെ നമ്മൾ ഇനി പഠിക്കുകയും ചെയ്യും. സെറ്റ്. അപ്പൊ ആൾട്ട് കീ പ്രസ് ചെയ്താലാണ് എന്ന് പഠിച്ചു കേട്ടോ. കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവരുത്. റിബണിലെ ഡിസ്പ്ലേ ചെയ്ത കീ ടിപ്സിലേക്ക് പോകാൻ മൗസിന് പകരമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാല് ആൾട്ട് ആണ് എന്ന പോയിന്റ് എന്ത് ചെയ്യാം, പഠിച്ച് വെക്കാം. ഓക്കെ, അടുത്ത ചോദ്യം. അപ്പോ വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റും ആൾട്ട്. ഇനി how can we select a paragraph by using one of the following method? നമുക്കൊരു പാരഗ്രാഫിനെ സെലക്ട് ചെയ്യാൻ സാധിക്കുക ഏത് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ്? നമ്മൾ പറഞ്ഞതാണ്, പഠിച്ചതാണ്. ഏതാണ് ആൻസർ? പാരഗ്രാഫിനെ സെലക്ട് ചെയ്യാൻ സാധിക്കുക. ഡബിൾ ക്ലിക്ക് ദി ലെഫ്റ്റ് ബട്ടൺ ഓഫ് ദി മൗസ്. ഏതാ? കൺട്രോൾ കീ ആൻഡ് ഡബിൾ ക്ലിക്ക് ദി ലെഫ്റ്റ് ബട്ടൺ. triple click the left button of the mouse. control and triple click the left button. ഏതാണ്? സിമ്പിൾ ആയിട്ട് 3 ക്ലിക്ക് ചെയ്താൽ മതി. 1 2 3 എവിടെ? 1 2 3 കേട്ടോ. 1 2 3 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് സെലക്ട് ആവും അല്ലെ. ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് എഡിറ്റ് ചെയ്യുന്ന രൂപത്തിലാവും. 2 പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വേർഡ് സെലക്ട് ചെയ്യും. 3 പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പാരഗ്രാഫ് നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. അപ്പൊ ആൻസർ C ആണ്, പഠിച്ചു വെക്കാം കേട്ടോ. ആൻസർ C ആണ്, പഠിച്ചു വെക്കാം. വാട്ട് വിൽ ഹാപ്പൻ ഇഫ് യു പ്രസ് ഫംഗ്ഷൻ F12 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് പഠിക്കുമ്പോഴേ നമ്മളെ ഒരു 10 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് അതിനകത്ത് വേർഡിന്റെ ഒരു ക്വസ്റ്റ്യൻസ് എല്ലാം എടുത്തപ്പോ അതിനകത്ത് 100 ക്വസ്റ്റ്യൻ വന്നു വിചാരിക്കും. ഒരു 10 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു.
അതിനകത്ത് വേർഡിന്റെ ഒരു 100 ക്വസ്റ്റ്യൻസ് വന്നു വിചാരിക്കുക. അതിനകത്ത് ഒരു 40-50 എണ്ണമെങ്കിലും അല്ലെങ്കിൽ ഒരു 30 എണ്ണമെങ്കിലും മിനിമം റിപ്പീറ്റേഷൻ ആയിരിക്കും. അല്ലേ? 25 മുതൽ 30 വരെ ക്വസ്റ്റ്യൻസ് എന്തായിരിക്കും? റിപ്പീറ്റേഷൻ ആയിരിക്കും. അപ്പോ നമ്മൾ എന്ത് ചെയ്യുക? യെസ്, അതും എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യണം. അത്തരം ചോദ്യങ്ങളെ നമുക്ക് പിന്നെയും പഠിച്ച് സമയം കളയുന്നില്ല, നമ്മളെ ഒരു പ്രാവശ്യം ചെയ്യുന്നുള്ളൂ. സേവാസ് ഡയലോഗ് ബോക്സ് ആണ് F12 എന്ന് പഠിച്ചു നോക്കാം. ഇനി ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഡാഷ് കീ വിൽ പ്രസ് ടു ഇറേസ് എ വേർഡ് ടു ദി റൈറ്റ് ഓഫ് ദി ഇൻസേർഷൻ പോയിന്റ്. ഇൻസേർഷൻ പോയിന്റിന്റെ റൈറ്റിലുള്ള വേർഡ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതാണ് ഇതിൽ യൂസ് ചെയ്യുക? ഡിലീറ്റ്, കൺട്രോൾ ഡിലീറ്റ്, ആൾട്ട് ഡിലീറ്റ്, ബാക്ക് സ്പേസ്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണിത്. യെസ്, കുറെ പേര് തെറ്റാണ് കമന്റ് ചെയ്യുന്നത്. ഓക്കെ, ഏതാണ് കറക്റ്റ് ആൻസർ? നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ആൻസർ പറയാം കേട്ടോ. യെസ്, അതായത് ഇൻസേർഷൻ പോയിന്റിന്റെ റൈറ്റിലുള്ള വേർഡ് ഡിലീറ്റ് ചെയ്യാം എന്നുള്ളതാണ് ചോദ്യം. ഇൻസേർഷൻ പോയിന്റ് ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കാണാൻ പറ്റുന്നില്ലേ? ഇവിടെയാണ് ഇൻസേർഷൻ പോയിന്റ്. ഓക്കെ, ഇവിടെയാ കിടക്കുന്നത്. ശ്രദ്ധിക്കണേ. ഡിലീറ്റ് ആണ്, എ ആണ്. ഒരുപാട് പേര് പറഞ്ഞത് ഡിലീറ്റ് ആണ് അല്ലെ? ഒരുപാട് പേര് പറഞ്ഞത് ഡിലീറ്റ് ആണ്. ഞാൻ ഡിലീറ്റ് കീ പ്രസ് ചെയ്യുന്ന സമയത്ത് അതിനകത്തുള്ള ഒരു ലെറ്ററെ എന്ത് ചെയ്യുന്നുള്ളൂ? ഒരു ക്യാരക്ടറെ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ കേട്ടോ. ഒരു ക്യാരക്ടറെ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. ഡിലീറ്റ് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റിലുള്ള ഒരു ക്യാരക്ടറെ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. ബാക്ക് സ്പേസ് എന്തായാലും അല്ല കേട്ടോ. ബാക്ക് സ്പേസ് എന്തായാലും അല്ല. ബാക്ക് സ്പേസ് ലെഫ്റ്റിലുള്ള കീ ഡിലീറ്റ് ചെയ്യാനാണ് അല്ലേ? ഇതാ സ്പേസ് പോയി, ജി പോയി, ഇനി എൻ പോവും. ബാക്ക് സ്പേസ് ലെഫ്റ്റിലുള്ള കീസ് ഡിലീറ്റ് ചെയ്യാനാണ്. ഓക്കെ, റൈറ്റിലുള്ള കീ ലെഫ്റ്റിലുള്ള ക്യാരക്ടർ ഡിലീറ്റ് ചെയ്യാനാണ് ബാക്ക് സ്പേസ്. റൈറ്റിലുള്ള ക്യാരക്ടർ ഡിലീറ്റ് ചെയ്യാനാണ് യെസ്. ഓക്കെ, റൈറ്റിലുള്ള ക്യാരക്ടർ ഡിലീറ്റ് ചെയ്യാനാണ് ഡിലീറ്റ് കീ. നമ്മുടെ ചോദ്യം അതല്ലായിരുന്നു, റൈറ്റിലുള്ള വേർഡ് ഡിലീറ്റ് ചെയ്യാൻ കേട്ടോ. റൈറ്റിലുള്ള വേർഡ് ഡിലീറ്റ് ചെയ്യാൻ ഏത് എന്നുള്ളതായിരുന്നു ചോദ്യം. കൺട്രോൾ പ്ലസ് ഡിലീറ്റ് അടിച്ചു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ പോയി കേട്ടോ. ശ്രദ്ധിക്കണേ, കൺട്രോൾ പ്ലസ് ഡിലീറ്റ് ഞാൻ അടിക്കുകയാണ്. കേഴ്സർ എവിടെയാ നിൽക്കുന്നത് കാണുന്നില്ലേ? കൺട്രോൾ ഡിലീറ്റ് അടിച്ച് ഡെവലപ്ഡ് പോയി. ഇനി ബൈ പോവും. ബൈ പോയി, മൈക്രോസോഫ്റ്റ് പോയി. കണ്ടോ? യെസ്, അങ്ങനെ അത് ശ്രദ്ധിക്കുക. നമ്മളത് പെട്ടെന്ന് നമ്മുടെ മൈൻഡിലേക്ക് വരില്ല. യെസ്, റൈറ്റിലുള്ള ഒരു ക്യാരക്ടർ ഡിലീറ്റ് ചെയ്യാൻ, ക്യാരക്ടർ റൈറ്റ് ക്യാരക്ടർ ഡിലീറ്റ് ചെയ്യാനാണ് ഏത്? ഡിലീറ്റ്. ഇനി ലെഫ്റ്റ് ക്യാരക്ടർ ഡിലീറ്റ് ചെയ്യാൻ, ലെഫ്റ്റ് ക്യാരക്ടർ ഡിലീറ്റ് ചെയ്യാനാണ് ഏത്? ബാക്ക് സ്പേസ്. ഓക്കെ, യെസ്. ഇനി റൈറ്റ് വേർഡ് ഡിലീറ്റ് ചെയ്യാനാണ് ഏതെന്ന് പഠിച്ചു വെക്കാം? കൺട്രോൾ പ്ലസ് ഡിലീറ്റ് എന്ന പോയിന്റ് നോട്ട് ചെയ്തു. തെറ്റല്ലേ? ഇനി തെറ്റൂലല്ലോ. കൺട്രോൾ പ്ലസ് ബാക്ക് സ്പേസ് അടിച്ചു നോക്കിയാൽ മറ്റൊരു കാര്യം കൂടി അതിനകത്ത് കിട്ടും. അടുത്ത പരീക്ഷ PSC ചിലപ്പോൾ അത് ചോദിച്ചേക്കാം. ബാക്ക് സ്പേസ് അടിച്ചു കഴിഞ്ഞാൽ ലെഫ്റ്റിലുള്ള ഒരു ക്യാരക്ടർ ആണ് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുക. കൺട്രോൾ പ്ലസ് ബാക്ക് സ്പേസ് അടിച്ചു കഴിഞ്ഞാൽ അപ്ഡേറ്റ്സ് പോകും. കിട്ടിയോ? ഓക്കെ, അതായത് ലെഫ്റ്റിലുള്ള വേർഡ് ഡിലീറ്റ് ചെയ്യാൻ. ഓക്കെ, യെസ്, ലെഫ്റ്റിലുള്ള വേർഡ് ഡിലീറ്റ് ചെയ്യാൻ ഏതാണ്? കാണുന്നുണ്ടോ? കൺട്രോൾ, യെസ്, കുറച്ച് മുകളിലേക്ക് ആക്കാം. റൈറ്റിലുള്ള ക്യാരക്ടർ ഡിലീറ്റ് ചെയ്യാൻ ഡിലീറ്റ് കീ, ലെഫ്റ്റിലുള്ള ക്യാരക്ടർ ഡിലീറ്റ് ചെയ്യാൻ ബാക്ക് സ്പേസ്. ഇനി റൈറ്റിലുള്ള വേർഡ് ഡിലീറ്റ് ചെയ്യാൻ കൺട്രോൾ ഡിലീറ്റ് ആണെങ്കിൽ ലെഫ്റ്റിലുള്ള വേർഡ് ഡിലീറ്റ് ചെയ്യാൻ കൺട്രോൾ പ്ലസ് ബാക്ക് സ്പേസ് എന്ന പോയിന്റ് ഓർത്ത് വെക്കാം. സെറ്റ് 4 പോയിന്റുകളെ അവിടെ കിട്ടി ഈ ഒരു ചോദ്യത്തിൽ നിന്ന് കേട്ടോ. യെസ്, ഇങ്ങനെയുള്ള മുക്കും മൂലയൊന്നും ചിലപ്പോൾ നമ്മൾ തിയറി എടുക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ വരണമെന്നില്ല. വരുമോ? ഇങ്ങനെയുള്ള 100 കൂട്ടം 1000 കൂട്ടം കാര്യങ്ങൾ ഉണ്ടാവും. അത് നമുക്ക് PYQസും കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതൊക്കെ നമുക്ക് ഉൾപ്പെടുത്തി പോകാം കേട്ടോ. ഓക്കെ, യെസ്. നാളെ നമ്മൾ ഏതായാലും അടുത്ത ടാബിലേക്ക് പോകും. ഇന്ന് രാത്രി പരീക്ഷയുണ്ട്. ലേറ്റ് ആയിട്ട് കോഴ്സിലേക്ക് ജോയിൻ ചെയ്ത ആളുകളൊക്കെ പരമാവധി ഇന്ന് രാത്രി ആകുമ്പോഴത്തേക്ക് 10 ക്ലാസ് ഓടിച്ച് കാണാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, യെസ്. ഓക്കെ, അപ്പൊ നാളെ നമ്മളെ അടുത്ത ടാബിലേക്ക് നമ്മൾ പോകും കേട്ടോ.
ഓക്കെ, ഇത് ഒരിക്കലും തീരാത്തൊരു പ്രോസസ്സാണ്. എന്തേ ഇതിലുള്ള കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് പഠിക്കുക എന്നുള്ളത്. അത് ഇടയിലെ ഇങ്ങനെ വരും. ഓക്കെ, യെസ്. അപ്പോ ഹൗ ക്യാൻ ബി സെലക്ട് എ പാരഗ്രാഫ് എന്താണ്? ട്രിപ്പിൾ ക്ലിക്ക് ആണ്, സേവാസ് ആണ്, F12 എന്ന് പറയുന്നത് സേവാസ് ആണ്, കൺട്രോൾ ഡിലീറ്റ് അതും നോട്ട് ചെയ്തു. ഇനി എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഷോർട്ട് കട്ട് കീ ഫോർ യൂസ് ടു സെലക്ട് ദ എൻറ്റയർ കണ്ടന്റ് ഓഫ് എ വേർഡ് ഡോക്യുമെന്റ്. ഒരു വേർഡ് ഡോക്യുമെന്റിന്റെ എൻറ്റയർ കണ്ടന്റ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതാണ് എന്ന് വിഷയം. ക്വസ്റ്റ്യൻ നമ്പർ നമ്മൾ ഇട്ടിട്ടില്ല ഇന്ന്. അത് എണ്ണിയില്ലായിരുന്നു അല്ലെ? യെസ്. ഏതാണ് എൻറ്റയർ കണ്ടന്റിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതാണ്? കൺട്രോൾ എ ആണ് എന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ഒന്ന് എണ്ണി നോക്കൂ നിങ്ങള്. 1 2 3 4 5 ആറാമത്തെ ചോദ്യമാണ് ചോദിച്ചത് കേട്ടോ. ലാസ്റ്റ് എത്ര മാർക്ക് കിട്ടുന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. നിങ്ങൾ എണ്ണണേ, ഞാൻ ഇങ്ങനെ നമ്പർ ഇടാൻ വിട്ടുപോയിട്ട് നിങ്ങൾ എണ്ണണേ. ആറാമത്തെ ചോദ്യമാണ് കഴിഞ്ഞത്. ഏഴാമത്തെ ചോദ്യം, which option is not available in insert table auto fit behavior? നമ്മൾ എടുത്തിട്ടില്ല. ഓക്കെ, PYQ വരുമ്പോ നമുക്ക് എന്ത് ചെയ്യാം, അത് ഡിസ്കസ് ചെയ്യാം. which option is not available in insert table auto fit behavior? ഏതാ? യെസ്. ഓക്കെ, ഇത് നമ്മളെ കാണിച്ചു അല്ലെ? ഇത് നമ്മൾ കാണിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. നമ്മൾ ടേബിൾ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത്, ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്, പക്ഷെ PSC ചോദിച്ചിട്ടുണ്ട്. യെസ്, ടേബിൾ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളെ ഇൻസേർട്ട് ടേബിൾ അടിക്കുന്ന സമയത്ത് ഏത് ചിഹ്നം വരുന്നൊക്കെ നമ്മൾ പഠിച്ചു. പെൻസിലിന്റെ സിമ്പൽ വരുന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലെ? യെസ്, ഇവിടെ ഇങ്ങനെ ഒരു പിന്നെ കോളം വന്നു അല്ലെ? അപ്പൊ നമ്മൾ നമ്പർ ഓഫ് കോളംസ് മിനിമം 1 ആണ്, പിന്നെ മിനിമം 1 ആണ്, കോളംസും റോസും മിനിമം 1 ആണ്, ഡിഫോൾട്ട് കോളംസ് 5 ആണ്, നമ്പർ ഓഫ് റോസ് പിന്നെ ഡിഫോൾട്ട് 2 ആണ്, മാക്സിമം കോളോ മാക്സിമം റോ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന് താഴെ നോക്കിയേ നിങ്ങൾ, ഓട്ടോ ഫിറ്റ് ബിഹേവിയർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടായിരുന്നു. അതായത് ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ടേബിളിന്റെ ഫിറ്റിംഗ്സ് എങ്ങനെ വേണം, എങ്ങനെ ഫിക്സ്ഡ് കോളം വിഡ്ത്ത്, നമ്മളെ കോളത്തിൽ എന്താണോ എഴുതിയിരിക്കുന്നത് അതിന്റെ വിഡ്ത്തിനനുസരിച്ച് ആ കോളത്തിന്റെ സൈസ് നമുക്ക് സെറ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മുടെ കണ്ടന്റിനനുസരിച്ച്, ഇത് നോക്കിയേ, വിഡ്ത്ത് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. നോക്കിയേ, ഓട്ടോമാറ്റിക് ആയിട്ട് സെറ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ നോക്കിയേ, ഇഞ്ചസിലെ പോയിന്റ് S1 1 അങ്ങനെ പോകുന്നുണ്ട്. കോളത്തിന്റെ വിഡ്ത്ത് നമുക്ക് ഇഞ്ചസിൽ സെറ്റ് ചെയ്യാം ഇവിടെ കേട്ടോ. ഇനി അതല്ലെങ്കിൽ നമുക്ക് കണ്ടന്റ് ഓട്ടോ ഫിറ്റ് ടു കണ്ടന്റ്സ്, നമ്മൾ കൊടുക്കുന്ന കണ്ടന്റുകൾക്കനുസരിച്ച് ഓട്ടോ ഫിറ്റ് ടു വിൻഡോ, നമ്മളെ ഏത് വിൻഡോയിലാണ് പിന്നെ അത് പ്ലേസ് ചെയ്യുന്നത്, നമ്മളെ ടേബിൾ ഏത് വിൻഡോയിലാണ് പ്ലേസ് ചെയ്യുന്നത് എന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ടേബിളിനെ ഓട്ടോ ഫിറ്റ് ചെയ്യാം. ഏതൊക്കെ? നമ്മളെ കോളം വിഡ്ത്തിനനുസരിച്ച് ഓട്ടോ ഫിറ്റ് ടു ദ കണ്ടന്റ്, ഓട്ടോ ഫിറ്റ് ടു ദി വിൻഡോ. കാണാൻ പറ്റുന്നുണ്ടോ? യെസ്, അത് സൂം ചെയ്യാൻ പറ്റൂല, മാക്സിമം അത്രേ പറ്റുള്ളൂ. ഓക്കെ, നമ്പർ ഓഫ് കോളംസ്, നമ്പർ ഓഫ് റോസ്, അതിന് താഴെ ഓട്ടോ ഫിറ്റ് ബിഹേവിയറിന് 3 ഓപ്ഷൻസ് ആണുള്ളത്. ഫിക്സഡ് വിത്ത് കോളം വിഡ്ത്ത്, ഓക്കെ, ഓട്ടോ ഫിറ്റ് വിത്ത് കണ്ടന്റ്, ഓട്ടോ ഫിറ്റ് ടു കണ്ടന്റ്സ്, ഓട്ടോ ഫിറ്റ് ടു വിൻഡോ. പ്ലേസ് ചെയ്യുന്ന വിൻഡോന്റെ സൈസിനനുസരിച്ച് ടേബിളിനെ നമുക്ക് എന്ത് ചെയ്യാം, ഓട്ടോ ഫിറ്റ് ചെയ്യാം. നമ്മൾ കൊടുക്കുന്ന കണ്ടന്റുകൾക്ക് അനുസരിച്ച് നമുക്ക് അത് ഫിറ്റ് ചെയ്യാം. കോളം വിഡ്ത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും കേട്ടോ. കോളം വിഡ്ത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. യെസ്, ആ 3 പോയിന്റേ ഉള്ളൂ. അപ്പൊ ഇതിൽ ഓപ്ഷനിൽ ഇല്ലാത്തത് ഏതാ? യെസ്, ഓപ്ഷനിൽ ഇല്ലാത്തത് ഏതാ? യെസ്, കോളം ഉണ്ടോ? ഓട്ടോ ഫിറ്റ് കോളം എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടോ? ഇല്ല. ഓട്ടോ ഫിറ്റ് വിൻഡോ ഉണ്ട്, ഫിക്സഡ് കോളം വിഡ്ത്ത് ഉണ്ട്, ഓട്ടോ ഫിറ്റ് കണ്ടന്റ് ഉണ്ട്. നമ്മൾ കൊടുക്കുന്ന കണ്ടന്റുകൾക്ക് അനുസരിച്ച് ഓട്ടോ ഫിറ്റ് ചെയ്യും. കോളം വിഡ്ത്ത് നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് അതിന് ടേബിളിനെ ഫിക്സ് ചെയ്യാം. പിന്നെ വിൻഡോ എവിടെയാണ് നമ്മൾ കൊടുക്കുന്നത്, വിൻഡോ അനുസരിച്ച് ടേബിളിനെ ഫിക്സ് ചെയ്യാം. പക്ഷെ കോളം എന്ന് പറയുന്ന ഓപ്ഷൻ എന്തില്ല, അവിടെ ഇല്ല കേട്ടോ. പിന്നെ ഡിഫോൾട്ട് ആയിട്ടുള്ള ഓട്ടോ ഫിറ്റ് ബിഹേവിയറിലെ ഫിക്സഡ് കോളം, യെസ്, ഫിക്സഡ് കോളം വിഡ്ത്ത് ആണ് ഡിഫോൾട്ട് ആയിട്ട് ഉണ്ടാവുക കേട്ടോ. ഇവിടെ സെലക്ട് ചെയ്തിരിക്കുക. ഒന്നുമില്ലെങ്കിൽ ഡിഫോൾട്ട് ആയിട്ട് കോളം വിഡ്ത്ത് ഏതായിരിക്കും? ഫിക്സഡ് കോളം വിഡ്ത്ത് ആയിരിക്കും. അതിൽ ഓട്ടോ എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും ഉണ്ടാവുക. യെസ്, ഇനി മാക്സിമം എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് പോയിന്റ് കാണുന്നുണ്ടോ നിങ്ങൾക്ക്? 0.17 ഇഞ്ച് മുതൽ 4.38 വരെയാണ് നമുക്ക് അതിന്റെ മെഷർമെന്റ്സ് സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് സാധിക്കുക. കാണുന്നുണ്ടോ? ചാറ്റ് ബോക്സ് ഒന്ന് ക്ലോസ് ചെയ്ത് നോക്കിയേ, ചാറ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് നോക്കിയേ. അപ്പൊ കുറച്ചും കൂടി വൃത്തിക്ക് കാണും. യെസ്, ചാറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാല് കാണുന്നുണ്ടോ? അതെനിക്ക് ആ വിൻഡോ
വലുതാക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഓട്ടോ ഫിറ്റ് ബിഹേവിയർ എങ്ങനെയാണ് ഒരു ടേബിൾ ഫിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അല്ലെ. അതിൽ 3 ഓപ്ഷൻ ആണുള്ളത്. ഫിക്സഡ് കോളം വിഡ്ത്ത്, ഓട്ടോ ഫിറ്റ് ടു കണ്ടൻസ്, ഓട്ടോ ഫിറ്റ് ടു വിൻഡോ. ഓക്കെ, യെസ്. ഞാൻ ഒന്നും കൂടെ പറഞ്ഞു. നമ്മളെ ഒരു ടേബിള് എങ്ങനെയാണ് ഓട്ടോ ആയിട്ട് അവിടെ ഓട്ടോമാറ്റിക്കലി ഫിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിന് 3 രൂപത്തിൽ നമുക്ക് ഫിറ്റ് ചെയ്യാൻ സാധിക്കും. ഒന്ന്, ഫിക്സഡ് കോളം വിഡ്ത്ത്, നമുക്ക് വിഡ്ത്ത് സെറ്റ് ചെയ്യാം. ഓക്കെ, യെസ്. ഇനി ഓട്ടോ ഫിറ്റ് ടു കണ്ടൻസ്, നമ്മൾ കൊടുക്കുന്ന കണ്ടന്റുകൾക്കനുസരിച്ച് ടേബിൾ ഫിക്സ് ചെയ്യാം. ഇനി എഴുതിയെടുക്കാനാണെങ്കിൽ A19 അവിടെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊന്ന് നോക്കി എഴുതിയെടുക്കുക കേട്ടോ. ഫിക്സഡ് കോളം വിഡ്ത്ത്, ഓട്ടോ ഫിറ്റ് ടു കണ്ടൻസ്, ഓട്ടോ ഫിറ്റ് ടു വിൻഡോ. ഇനി ഡിഫോൾട്ട് ആയിട്ട് ഏത് ഓപ്ഷൻ ആണ് വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിക്സഡ് കോളം വിഡ്ത്ത് ആണ്. യെസ്, കാണിക്കാം. ഇനി മിനിമം ഓട്ടോ ഫിറ്റ് ആയിട്ട് ഒരു ടേബിൾ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് മിനിമം എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 0.17 ഇഞ്ചാണ്. 0.17 ഇഞ്ച് മുതൽ 4.38 ഇഞ്ച് വരെയാണ് നമുക്ക് അവിടെ ഫിറ്റ് ചെയ്യാൻ സാധിക്കുക. ക്ലിയർ? യെസ്. അപ്പോ ടേബിളിനെ ഓട്ടോ ഫിറ്റ് ചെയ്യുന്നതിൽ 3 ഓപ്ഷൻ ആണുള്ളത്. അതിൽ ഡിഫോൾട്ട് എന്ന് പറയുന്നത് ഇതാണ്, ഫിക്സഡ് കോളം വിഡ്ത്ത് ആണ്. അത് 0.17 മുതൽ 4.38 ഇഞ്ച് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. A20 അനിത ഓക്കെ അല്ലേ? കാണുന്നില്ലെങ്കിൽ കമന്റ് ബോക്സ് ഒന്ന് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി വലുപ്പത്തിൽ കാണും കേട്ടോ. യെസ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോട്ടെ. യെസ്, അടുത്ത ചോദ്യം, ഡ്രോപ്പ് ക്യാപ്പ് ഇൻ MS Word ഈസ് യൂസ് ടു ഡാഷ്. സിമ്പിൾ, ചടപടേ എന്ന് പറഞ്ഞ ആൻസർ ചെയ്യാം. ഡ്രോപ്പ് ക്യാപ്പ് നമ്മുടെ PSCയുടെ ഇഷ്ടപ്പെട്ട കാര്യമാണ് അല്ലെ. ഡ്രോപ്പ് ക്യാപ്പ് ഇൻ MS Word ഈസ് യൂസ് ടു ഡാഷ്. എന്താണ്? യെസ്, ക്രിയേറ്റ് എ ലാർജ് ക്യാപിറ്റൽ ലെറ്റർ അറ്റ് ദി ബിഗിനിങ് ഓഫ് ദി പാരഗ്രാഫ് അല്ലെ. ഡിഫോൾട്ട് 3 ആണ്, മിനിമം 1 ആണ്, മാക്സിമം 10 ആണ്. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്ത് പഠിച്ചു കേട്ടോ. ഡോക്യുമെന്റ് ക്യാൻ ബി സൂംഡ് അപ് ടു ഡാഷ്. പെട്ടെന്നേ നമ്മൾ പറഞ്ഞാണ്. ഓക്കെ, എത്ര വരെ സൂം ചെയ്യാം? യെസ്, 500% വരെ സൂം ചെയ്യാം. എത്രയാ മിനിമം? യെസ്, എത്രയാ മിനിമം? മിനിമം എത്രയാ? 10% എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. യെസ്, 10% എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിലുള്ള വ്യൂ ഓപ്ഷനും ഇതൊക്കെ, ഈ വ്യൂ ഓപ്ഷൻ ഒക്കെ പറഞ്ഞതിന് ശേഷം പറയാം സ്റ്റാറ്റസ് ബാർ കേട്ടോ. ഓക്കെ, എന്നാൽ ഇതൊക്കെ നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ കേട്ടോ. അപ്പൊ എല്ലാം നമ്മൾ എടുക്കും, ആരും ബേജാറാവണ്ട കേട്ടോ. ഓക്കെ, യെസ്. അപ്പോ സ്റ്റാറ്റസ് ബാറിൽ സൂം ഏതോ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടപ്പോ ജസ്റ്റ് പറഞ്ഞാണ്. ബാക്കി ഈ പറയുന്ന സ്റ്റാറ്റസ് ബാറിലുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ എടുക്കും കേട്ടോ. വ്യൂ കൂടെ ആയതിനു ശേഷം സ്റ്റാറ്റസ് ബാർ എടുക്കുമ്പോൾ കുറച്ചും കൂടി വൃത്തിയാവും കേട്ടോ. യെസ്, അപ്പൊ ഡിഫോൾട്ട് എത്രയാണ്? യെസ്, ഡിഫോൾട്ട് എത്രയാണ്? ഡിഫോൾട്ട് 100% ആണ് അല്ലെ. 100% ആണ്. മിനിമം 10% ആണ്, മാക്സിമം 500% ആണ്. ഡ്രോപ്പ് ക്യാപ്പില് ഡിഫോൾട്ട് 3 ആണ്, മിനിമം 1 ആണ്, മാക്സിമം 10 ആണ്. സെറ്റ്? യെസ് കേട്ടോ. യെസ്, ഇനി അടുത്തതാ, in which tab there is an option to avoid orphan and widow. Okay, in which tab there is an option to avoid orphan and widow. ഓർഫനെയും വിഡോയെയും അവോയ്ഡ് ചെയ്യാനുള്ള ടാബ് എവിടെയാണുള്ളത്? യെസ്, നമ്മൾ പറഞ്ഞിട്ടില്ല, നമ്മൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യും കേട്ടോ. യെസ്, അപ്പം in which tab there is an option to avoid orphan and widow. ഓർഫനെയും വിഡോയെയും അവോയ്ഡ് ചെയ്യാനുള്ള ടാബ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹോം ടാബ് ആണ് എന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, യെസ്. അറിയാത്തവരെ എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക. നമുക്ക് എന്താണ് ഓർഫൻ, എന്താണ് വിഡോ എന്നുള്ളതും നോക്കാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, അതെങ്ങനെ അവോയ്ഡ് ചെയ്യേണ്ടത് എന്നും നമുക്ക് നോക്കാം. ലെറ്റ്സ് ഗോ. കാണുന്നില്ലേ? യെസ്, ഇതൊരു പാരഗ്രാഫ്. ഓക്കെ, ഇതൊരു പാരഗ്രാഫ്. ശ്രദ്ധിക്കണേ, ഇതൊരു പാരഗ്രാഫ്. ഇതിലെ ഈ പാരഗ്രാഫില് നോക്കിയേ നിങ്ങളെ, ഇതില് 4 വരികളാണുള്ളത് അല്ലെ. 4 ലൈൻസ് ആണുള്ളത്.
ഓക്കെ 4 ലൈൻസ് ആണുള്ളത്. ഇതില് യെസ് ഇപ്പൊ നോക്കിയേ നിങ്ങള് ഒരാള് മാത്രം ഒരു വരി മാത്രം മുകളിലായി, ബാക്കി അതിന്റെ കൂട്ടത്തിലുള്ളതൊക്കെ അടുത്ത വരിയിൽ അടുത്ത പേജിലേക്കും എത്തി. ഓക്കെ മനസ്സിലായോ? അതായത് യെസ് നമ്മുടെ ഒരു സിംഗിൾ ലൈന് ഒരു പേജിന്റെ ഏറ്റവും അവസാനത്തിലേക്ക് വരികയും അതിന്റെ ബാക്കിയുള്ള ലൈൻസ് അടുത്ത പേജിലേക്കും പോയി. അപ്പോ ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിംഗിൾ ലൈന് ശേഷം പേജ് ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ അതാണ് എന്ത്, സിംഗിൾ ലൈന് ശേഷം പേജ് ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ അതാണ് എന്ത്, ഇതിനെന്ത് വിളിക്കാം? ഓർഫൻ ആണോ വിഡോയാണോ? യെസ് അതായത് ഒരു കാര്യം മനസ്സിലായില്ലേ? അതായത് ഇവിടെ ഇപ്പൊ എന്തേ ഉള്ളൂ, ഒരു വരി മാത്രമേ എന്തുള്ളൂ ഇവിടെ ഉള്ളൂ, ബാക്കി കാര്യങ്ങൾ അടുത്ത പേജിലേക്ക് പോയി. അപ്പോ ഈ വരിയെ നമുക്ക് എന്ത് വിളിക്കാം? ഇതിനെ ഓർഫൻ എന്ന് വിളിക്കാം. എന്നാലും കമന്റ് ഓർഫൻ എന്ന് വിളിക്കാം കേട്ടോ. ഓക്കെ അതായത് ഒരു വരി ഇവിടെ വന്നു, ബാക്കിയൊക്കെ എന്തായി അപ്പുറത്തേക്ക് പോയി. അപ്പൊ അതിനെന്ത് വിളിക്കാം? ഓർഫൻ എന്ന് വിളിക്കാം കേട്ടോ. അതിനെന്ത് വിളിക്കാം? ഓർഫൻ എന്ന് വിളിക്കാൻ വേണ്ടിട്ട് സാധിക്കും കേട്ടോ. യെസ് യെസ് അപ്പൊ ഇത്തരത്തില് ഒരു വരി മാത്രം അവിടെ എക്സിസ്റ്റ് ചെയ്തിട്ട് ഉള്ളതാണ് ഓർഫൻ. ഇനി ഇതാണ് ഓർഫൻ കേട്ടോ. കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് യെസ് ഇവിടെ ശ്രദ്ധിക്കുക, ഇതാണ് പാരഗ്രാഫ്. ഓക്കെ ഇതാണ് പാരഗ്രാഫ്. ഇതില് ഇത് മാത്രം അടുത്ത വരിയിലേക്ക് പോയി, അതായത് അവസാനത്തെ വരി തൊട്ടപ്പുറത്തെ പേജിലേക്ക് പോയി. ഈ സാഹചര്യത്തെയാണ് ഇതിനെയാണ് നമുക്ക് എന്ത് വിളിക്കാൻ സാധിക്കുക? ലാസ്റ്റ് ലൈൻ നെക്സ്റ്റ് പേജിലേക്ക് പോകുന്ന അതാണ് വിഡോ എന്ന പോയിന്റും ഓർത്തു വെക്കാം കേട്ടോ. യെസ് അപ്പൊ ഏതാണ് ഇത്? വിഡോയാണ് എന്ന് പഠിച്ചു വെക്കാം. സിംഗിൾ ലൈന് മാത്രം മുകളിലേക്ക് നിന്ന് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് നിന്നു ഓർഫനായി, ഇതെല്ലാം അവിടെ. ഇനി ലാസ്റ്റ് ലൈന് മാത്രം താഴേക്ക് വരികയാണെങ്കിൽ അതിനെ നമുക്ക് വിഡോ എന്ന പോയിന്റും ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ ഇനി ഇത് എങ്ങനെയാ ഒഴിവാക്കാൻ ചോദിച്ചു കഴിഞ്ഞാല് ഹോം ടാബില് നമ്മുടെ പാരഗ്രാഫ് ഓപ്ഷനിൽ ലൈൻ ആൻഡ് പേജ് ബ്രേക്ക് എടുത്തിട്ട് നമ്മള് ഇത് സെലക്ട് ചെയ്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ യെസ് ഇത് ഞാന് അങ്ങനെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഞാന് മനഃപൂർവ്വം ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തല്ലേ. ഒരു മിനിറ്റ് കാണിക്കാം. ഹോം ടാബില് പാരഗ്രാഫ് എടുത്തിട്ട് ഇത് ഞാൻ ആദ്യം ഓഫ് ചെയ്തു. യെസ് എന്നിട്ട് ഇതിന്റെ അലൈൻമെന്റിന്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഹോം ടാബില് പാരഗ്രാഫ് ഗ്രൂപ്പിലാണ് ഇതിനെ അവോയ്ഡ് ചെയ്യാനുള്ളത് കേട്ടോ. ഓക്കെ യെസ് ഒരു മിനിറ്റ് ഒന്നും കൂടെ നോക്കട്ടെ. ഇത് ആദ്യം തന്നെ ഫയല് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ വിഡോയും ഈ പറയുന്ന ഓഫൻസും ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ആയിരുന്നു ഇതിനകത്ത് ഓൺ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പൊ പിന്നെ നമ്മള് അതിന്റെ ആവശ്യം നമുക്ക് വരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. യെസ് ഇതിങ്ങനെ ടോട്ടൽ ഒരു ഫയലിനൊക്കെയാണ് ഇതിന് മാറ്റം വരുത്താൻ സാധിക്കുക. ഓക്കെ അപ്പോ ഹോം ടാബില് പാരഗ്രാഫില് ലൈൻ ആൻഡ് പേജ് ബ്രേക്ക് ഓൾറെഡി സെലക്ടഡ് ആണ് കിടക്കുന്നത്.
അതായത് ഇത് സെലക്ടഡ് അല്ലാതെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള പേജസിലുള്ള ഓർഫൻസിനെയും വിഡോസിനെയും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഹോം ടാബ് എടുത്തിട്ട് പാരഗ്രാഫ് ഗ്രൂപ്പിലെ ലൈൻ ആൻഡ് പേജ് ബ്രേക്ക് എടുത്തിട്ട് വിഡോ ആൻഡ് ഓർഫൻ കൺട്രോൾ കൊടുത്തിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഇപ്പുറത്തേക്ക് വന്നിട്ട് അതിനെ അഡ്ജസ്റ്റ് ചെയ്യും. ഇത് ഓൾറെഡി ഞാൻ അങ്ങനെയാണ് ഈ പേജ് സെലക്ട് ചെയ്തിരുന്നത്, അതുകൊണ്ടാണ് അത് പെട്ടെന്ന് കാണാത്തത് കേട്ടോ. അപ്പൊ ഓപ്ഷൻസ് അത് ഒഴിവാക്കാനുള്ള ഓപ്ഷൻസ് എവിടെയാണ്, ഏത് ടാബിലാന്ന് ചോദിച്ചു കഴിഞ്ഞാല് പാരഗ്രാഫിലാണ്, അത് എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹോം ടാബിലാണ് എന്ന പോയിന്റും ഓർത്ത് വെക്കാം കേട്ടോ. അപ്പൊ ഇത് പിന്നെ വിഡോയാണോ അതോ ഓർഫൻ ആണോ? ഈ ഒരു പേജിൽ കാണിച്ചിരിക്കുന്നത് സിംഗിൾ പേജ് വിഡോയാണോ ഓർഫൻ ആണോ? വിഡോയാണോ ഓർഫൻ ആണോ? യെസ്, ലാസ്റ്റ് പേജിലേക്ക് ഒരു ലൈന് മാത്രം വരുന്നത് വിഡോയാണ് കേട്ടോ. ഓക്കെ, ഇനി ഇവിടെ ഇങ്ങനെ ഒരു പാരഗ്രാഫ് ഉണ്ട്, ഇതിന് ഇങ്ങനെ ഒരു പാരഗ്രാഫ് ഉണ്ട്, ഇതിലെ ഇങ്ങനെ യെസ് ഒരു വരി മാത്രം ഇപ്പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ, ഓക്കെ, ഒരു വരി മാത്രം ഇപ്പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ ഇതിനെയാണ് ഓർഫൻ എന്ന് വിളിക്കുന്നത്. അതിനൊഴിവാക്കാനുള്ള ടാബ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹോം ടാബിലാണ്, പാരഗ്രാഫിലാണ് വിളിച്ചു കേട്ടോ. എന്റെ ഡോക്യുമെന്റ് ഓൾറെഡി അത് നെഗ്ലക്ട് ചെയ്ത രൂപത്തിലാണ്, അതുകൊണ്ടാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ട് അത് പോവാത്തത് കേട്ടോ. ഓക്കെ, യെസ്, അപ്പൊ ഹോം ടാബിലാണ് എന്ന പോയിന്റ് എന്ത് ചെയ്യാം, പഠിച്ചു നോക്കാം. അപ്പൊ ഓർഫനും വിഡോയും തമ്മിലുള്ള വ്യത്യാസവും അത് ഒഴിവാക്കാനുള്ള ഓപ്ഷൻ എവിടെയാണെന്നുള്ളതും ക്ലിയർ ആണെന്ന് വിചാരിക്കും. അടുത്തത് പടപടാന്ന് പറഞ്ഞു പോകാമേ. ടു മൂവ് എ ബ്ലോക്ക് ഓഫ് ടെക്സ്റ്റ് ഇൻ എ ഡോക്യുമെന്റ്. To move a block of text in a document. ബ്ലോക്ക് ഓഫ് ടെക്സ്റ്റിനെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ഏതാ, കട്ട് പേസ്റ്റ് സിമ്പിൾ. കൺട്രോൾ പി ഈസ് യൂസ് ടു ഡാഷ്. കൺട്രോൾ പി ഈസ് യൂസ് ടു ഡാഷ്. വരട്ടെ കമന്റ് വരട്ടെ, എത്ര കമന്റ് പോരല്ലോ. ആ, ഏതാണ്, ഓപ്പൺ പ്രിന്റ് ഡയലോഗ് ബോക്സ് അല്ലേ? അല്ലേ, പേസ്റ്റ് ഓപ്ഷൻ ഇതിനകത്ത് ഇല്ല അല്ലേ? ഓക്കെ, അപ്പൊ കൺഫ്യൂഷൻ ഇല്ല. ഇനി ഷോർട്ട് കട്ട് കീ, യെസ്, ഷോർട്ട് കട്ട് കീ ഫോർ ക്രിയേറ്റിംഗ് കോപ്പിറൈറ്റ് സിമ്പിൾ. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചതാണ്. കോപ്പിറൈറ്റ് സിമ്പിളിന് വേണ്ടിയിട്ടുള്ളത് ഏതാ? ആൾട്ട് കൺട്രോൾ ആണ് കോപ്പിറൈറ്റിനും ട്രേഡ് മാർക്കിനും പിന്നെ ഇതിനൊക്കെ വേണ്ടിയിട്ട് രജിസ്റ്റേർഡിനൊക്കെ ഉപയോഗിക്കുന്നത് അല്ലെ? യെസ്, കോപ്പിറൈറ്റിന് ആൾട്ട് കൺട്രോൾ സി ആണ് എന്ന പോയിന്റ് എന്ത് ചെയ്യാം, ഓർത്ത് വെക്കാം. ആൾട്ട് കൺട്രോൾ സി. യെസ്, ഓക്കെ. ഇനി അടുത്തത് ഇതൊക്കെ പെട്ടെന്ന് പറയാം. ദ സ്മോളസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് ഫോണ്ട് സൈസ് ഇൻ ഫോർമാറ്റിംഗ് ടൂൾ ബാർ. ഓക്കെ, ചെറുതും വലുതുമായ ഫോണ്ട് സൈസ് എത്രയാണ്, ഏതൊക്കെയാണ്? ദ സ്മോളസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് ഫോണ്ട് സൈസ് ഇൻ ഫോണ്ട് സൈസ് ടൂൾ ഓൺ ഫോർമാറ്റിംഗ് ടൂൾ ബാർ ഏതാ? 872 ആണ് അല്ലെ? യെസ്, ഇത് അതിന്റെ ഇടയിൽ വന്നതായതുകൊണ്ട് കട്ട് ചെയ്തില്ല. സിസ്റ്റം സോഫ്റ്റ്വെയറിന് ഉദാഹരണം ഏതാണ്, പെട്ടെന്ന് പറഞ്ഞേ. ബാച്ച് 2കാർക്ക് ഇത് എടുക്കാനുണ്ട്, ബാച്ച് 1കാർക്ക് ഓൾറെഡി എടുത്താണ്. ബാച്ച് 1കാർക്ക് വേണമെങ്കിൽ റിവിഷന് വേണ്ടിയിട്ട് ഏപ്രിൽ 20 ക്ലാസ്സിൽ വീണ്ടും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. യെസ്, ഓക്കെ. ഏതാണ് ഇതിനകത്ത്? C++ ഒരു ലാംഗ്വേജ് ആണ്. വേർഡ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. ജാവ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ലിനക്സ് ആണ് സിസ്റ്റം സോഫ്റ്റ്വെയർ കേട്ടോ. ലിനക്സ് ആണ് സിസ്റ്റം സോഫ്റ്റ്വെയർ. എ പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ അവൈലബിൾ ടു എവരിവൺ. എ പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ അവൈലബിൾ ടു എവരിവൺ. ഏതാണ് ആൻസർ? പ്രൊപ്രൈറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുത്തക മുതലാളിത്ത സോഫ്റ്റ്വെയർ. അതിന്റെ കോഡ് നമുക്ക് കാണാൻ പറ്റൂല. അത് പിന്നെ വളരെ സെക്യൂർ ആയിട്ട് മാത്രമേ അതിന്റെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. പക്ഷെ എന്താണ്, യെസ്, അത് എല്ലായിടത്തും അവൈലബിൾ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൈലബിൾ ടു എവരിവൺ. ശ്രദ്ധിച്ച് ചെയ്യേണ്ട ചോദ്യമാണ്. ഓക്കെ, അവൈലബിൾ ടു എവരിവൺ. അവൈലബിൾ ടു എവരിവൺ. യെസ്, പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ അവൈലബിൾ ടു എവരിവൺ. യെസ്, അതായത് അവൈലബിൾ ടു എവരിവൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തായി, ഫ്രീ ആയി. പ്രൊപ്രൈറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെയ്ഡ് എന്നുള്ളത് അർത്ഥം വെക്കുന്നില്ല. കുത്തക മുതലാളിത്തം, അതായത് അതിന്റെ ഉടമസ്ഥരുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് പ്രൊപ്രൈറ്ററി എന്നതിന്റെ അർത്ഥം. ഓക്കെ, ഇതൊരു കൺഫ്യൂഷൻ ജനിപ്പിക്കുന്ന ചോദ്യമാണ്. ഞാൻ ഒന്നും കൂടെ പറയാം. പ്രൊപ്രൈറ്ററി എന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് അതിന്റെ ഉടമസ്ഥാവകാശം ഉടമസ്ഥന് തുല്യമാണ്. അയാൾ നിശ്ചയിച്ച പ്രകാരം മാത്രമേ മറ്റുള്ളവർക്ക് അത് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അത് അവൈലബിൾ ടു എവരിവൺ, എല്ലാവർക്കും ലഭ്യമാണ് എന്ന് പറയുമ്പോൾ വാട്സപ്പ് അതിനൊരു ഉദാഹരണമാണ്.
ഓക്കെ, വാട്സപ്പിന്റെ കോഡ് നമുക്ക് കാണാൻ പറ്റുമോ? ഒരു കുത്തക മുതലാളിയുടെ അല്ലേ? യെസ്, വാട്സപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും അതിന്റെ കോഡ് കാണാനോ അതെങ്ങനെയാന്നുള്ളത് എഡിറ്റ് ചെയ്യാനോ ഒന്നും നമുക്ക് സാധ്യമല്ല. പക്ഷെ അവൈലബിൾ ടു എവരിവൺ, അതാണ് ഫ്രീവെയർ കേട്ടോ. യെസ്, ഫ്രീവെയർ എന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, യെസ്. ഇനി ഹെഡർ ആൻഡ് ഫൂട്ടർ കമാൻഡ് ക്യാൻ ബി ആക്സസ്ഡ് ഫ്രം ഡാഷ്. ഹെഡർ ആൻഡ് ഫൂട്ടർ കമാൻഡ് എവിടെയാണുള്ളത്? ഹെഡർ ആൻഡ് ഫൂട്ടർ കമാൻഡ് എവിടെയുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ, ഇൻസേർട്ട് ടാബിലാണെന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓർത്തു വെക്കാം കേട്ടോ. 872 ലിനക്സ് ആണ്, ഫ്രീവെയർ ആണ്, ഇൻസേർട്ട് ടാബിലാണ് എന്ന് ഓർത്തു വെക്കാമേ കേട്ടോ. ഇനി ഫോൺ സൈസ് നോട്ട് സപ്പോർട്ടഡ് ബൈ വേർഡ്, ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതാണ്. സിമ്പിൾ ആയിട്ട് നമുക്ക് ഒന്നും പഠിച്ചില്ലെങ്കിലും ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് അല്ലെ? യെസ്, ഏതാ വേർഡിൽ സപ്പോർട്ട് ചെയ്യാത്ത സൈസ്? യെസ്, വേർഡിൽ സപ്പോർട്ട് ചെയ്യാത്ത സൈസ് ഏതാ? പോയിന്റ് വെച്ചുള്ള ഫ്രാക്ഷൻസ് 0.5 അല്ലാത്തത് ഈ പറയുന്ന ഒന്നും നമ്മൾ സപ്പോർട്ട് ചെയ്യൂല അല്ലെ? യെസ്, നമ്മൾ എന്ത് ചെയ്യാം, വേണമെങ്കിൽ ഇന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. 500 കഴ്സർ ഇവിടെ വെച്ചു, എന്നിട്ട് 533 അടിച്ചു സൈസ്. ചിലപ്പോ ചിലർക്ക് സംശയം വന്നേക്കാം അല്ലെ? യെസ്, പോവും കേട്ടോ. കഴ്സറ് ഇത്രയും വലിയൊരു കഴ്സർ ആവുന്നേ ഉള്ളൂ. കഴ്സർ ഇത്രയും വലുതാവുന്നേ ഉള്ളൂ. അതേ അവൈലബിൾ ആണ്, സാധിക്കും. ഓക്കെ, 533 സാധിക്കും. പിന്നെന്താ 72.5 72.5 പോസിബിൾ ആണ്, ഒരു പ്രശ്നമില്ല. 0.5 ഓക്കെ ആണ് അല്ലേ? യെസ്. പിന്നെ സംശയമുള്ളത് 100.89. ഇതേ ക്വസ്റ്റ്യൻ പേപ്പർ, ഇതേ ക്വസ്റ്റ്യൻ തന്നെ പലയിടത്തായിട്ട് കണ്ടിട്ടുണ്ട്. 100.89 ഞാൻ അടിച്ചു, ഞാൻ ഓക്കെ കൊടുക്കുകയാണേ. യെസ്, എന്താണ്? ദിസ് ഈസ് നോട്ട് എ വാലിഡ് നമ്പർ. 0.5 ഓക്കെ ആണ്, 0.89 എന്ന് പറയുന്നത് ഓക്കെ അല്ല കേട്ടോ. യെസ്, ഓക്കെ. അതെ, ഇത് പഴയ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ചോദ്യമാണ്. 100.89 എന്നല്ല, പോസിബിൾ അല്ല കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്. വാട്ട് വിൽ ഹാപ്പൻ വെൻ വി പ്രസ് കൺട്രോൾ റൈറ്റ് ആരോ? കൺട്രോൾ റൈറ്റ് ആരോ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. കൺട്രോൾ റൈറ്റ് ആരോ, കൺട്രോൾ പ്ലസ് റൈറ്റ് ആരോ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നോക്കാം നമുക്ക്. ഏതാ? കൺട്രോൾ പ്ലസ് റൈറ്റ് ആരോ. കേഴ്സർ ഇവിടെ നിൽക്കുകയാണ്, കേഴ്സർ ഇവിടെ നിൽക്കുകയാണ്, സോഫ്റ്റ്വെയറിന്റെ ഇവിടെ നിൽക്കുകയാണ്. കൺട്രോൾ പ്ലസ് റൈറ്റ് ആരോ. യെസ്, എന്താണ്? എന്താ സംഭവിച്ചേ? സോഫ്റ്റ്വെയറിന്റെ ഇവിടെ നിൽക്കുകയാണ്, കൺട്രോൾ പ്ലസ് റൈറ്റ് ആരോ ഞാൻ അടിക്കുന്നുണ്ട്, കാണുന്നില്ലേ? ഇനിയും സൂം ചെയ്യണോ? ഓക്കെ, സൂം ചെയ്യാം. ഇപ്പൊ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ഇനിയും സൂം ചെയ്യാം. ഓരോന്നിനും ഓരോ സൂം കൊടുക്കണം, എന്നാലേ കാണുള്ളൂ അല്ലെ? അപ്പൊ നോക്കിയേ, നിങ്ങളെ ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, കഴ്സർ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കഴ്സർ എവിടെയാ നിൽക്കുന്നത്? കൺട്രോൾ പ്ലസ് റൈറ്റ് ആരോ ഞാൻ അടിക്കുന്നു. എന്നിട്ട് ഏത് ഓപ്ഷൻ ആണെന്നുള്ളത് നിങ്ങൾ അവിടെ നോക്കി പറയാ കേട്ടോ. കൺട്രോൾ പ്ലസ് റൈറ്റ് ആരോ. യെസ്, കണ്ടല്ലോ. ഇനി ഉത്തരം പറഞ്ഞേ. മൂവ് കഴ്സർ ടു ദി എൻഡ് ഓഫ് ദി ലൈൻ, മൂവ് കഴ്സർ ടു ദി എൻഡ് ഓഫ് ദി ഡോക്യുമെന്റ്, മൂവ് കഴ്സർ ടു എൻഡ് ഓഫ് ദി മൂവ് ദി കഴ്സർ 1 പാരഗ്രാഫ് ഡൗൺ, മൂവ് കഴ്സർ 1 വേർഡ് റൈറ്റ്. യെസ്. പരീക്ഷ ഹാളിൽ ഞാൻ ഇങ്ങനെ കാണിക്കാനുണ്ടാവില്ല, നമ്മൾ ഇത് പഠിച്ചു വെക്കണം കേട്ടോ. എന്താണ് വാട്ട് വിൽ ഹാപ്പൻ വെൻ വി പ്രസ് കൺട്രോൾ റൈറ്റ് ആരോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 വേർഡിനെ നമുക്ക് അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് സാധിക്കും കേട്ടോ. ഇനി ഷോർട്ട് കട്ട് കീ ഫോർ കൺട്രോൾ N ഈസ് യൂസ്ഡ് ഫോർ. കൺട്രോൾ N എന്താ? ഷോർട്ട് കട്ട് കീ കൺട്രോൾ N ഈസ് യൂസ്ഡ് ഫോർ. കൺട്രോൾ N യൂസ്ഡ് ഫോർ ഡാഷ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് യെസ് എന്താണ്? പുതിയ ഡോക്യുമെന്റ് ആണ് അല്ലെ? യെസ്. ഇനി വിച്ച് ഓഫ് ദി ഫോളോയിങ് വിൽ നോട്ട് കട്ട് ദി സെലക്ടഡ് ടെക്സ്റ്റ് ഫ്രം ദി ഡോക്യുമെന്റ്. കട്ട് ചെയ്യില്ല ഏത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ. വിച്ച് ഓഫ് ദി ഫോളോയിങ് വിൽ നോട്ട് കട്ട് ദി സെലക്ടഡ് ടെക്സ്റ്റ് ഫ്രം ദി ഡോക്യുമെന്റ്. വിൽ നോട്ട് കട്ട്. ഇന്നലെയൊക്കെ ജോയിൻ ചെയ്ത കുട്ടികളെ ചിലപ്പോ അന്തം വിട്ട് അന്താളിച്ച് നിൽക്കുന്നുണ്ടാവും. നമ്മളൊരു 10 ക്ലാസ്സുകൾ കഴിഞ്ഞിട്ടുണ്ട്. ആ ക്ലാസ്സുകളൊക്കെ കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോ ആ ഒരു ഏരിയ ഹോം ടാബ്, ഇൻസേർട്ട് ടാബിനെ ബേസ് ചെയ്തുകൊണ്ട് PSC ചോദിച്ച ചോദ്യങ്ങളും അനുബന്ധ ഘടകങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. 10 ക്ലാസ്സുകൾ നിങ്ങൾ എന്തായാലും കാണണം, സമയം എടുത്ത് കാണണം കേട്ടോ.
നാളെ മുതൽ നമ്മളെ പേജ് ലേഔട്ട് ടാബിലേക്ക് പോവും. ഒപ്പം ലൈവിൽ തന്നെ പോവാ. ഇത് നിങ്ങൾ എക്സ്ട്രാ എഫേർട്ട് എടുത്തിട്ട് പഠിച്ചു തീർക്കണം കേട്ടോ. യെസ്, പഠിച്ചു തീർക്കൂലേ? അപ്പൊ നിങ്ങൾ കൂട്ടുകാരെങ്കിലും ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 31-ാം തീയതി വരെ ഞാൻ പറയും. അതിനുശേഷം ഈ കോഴ്സിലേക്ക് പിന്നെ നമ്മൾ ആരും പറയൂല. പിന്നെ നിങ്ങൾക്ക് അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം കേട്ടോ. ഓക്കെ, യെസ്. ഇനി സൂം ചെയ്യണോ? ഓപ്ഷൻസ് സൂം ചെയ്യാൻ പറയുന്നു. അത്ര അങ്ങോട്ട് വേണ്ട അല്ലെ? ആശാന്റെ നെഞ്ചത്ത് ഇല്ലെങ്കിൽ കളരിക്ക് പുറത്ത്. യെസ്, ഏതാണ്? പറയൂ പറയൂ. Which of the following will not cut the selected text from a document? കട്ട് ചെയ്യാത്തത് ഏതാ? ഉത്തരം നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ? യെസ്, ഏതാ? ഒന്നാമത്തെ ഓപ്ഷൻ തന്നെ വായിച്ചു നോക്കി കഴിഞ്ഞാൽ കിട്ടൂലേ? കൺട്രോൾ സി. അത് കട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല കേട്ടോ. അപ്പോ ഓപ്ഷൻ എ ആണ് ആൻസർ. ഓപ്ഷൻ എ ആണ് ആൻസർ. അത് അവിടെ കിട്ടിക്കഴിഞ്ഞു. യെസ്, അപ്പൊ ഒന്ന് ഡി ആണ്. 56 ഡി ആണ്. കഴ്സർ വൺ വേർഡ്, പുതിയ ഡോക്യുമെന്റ്. ഇത് കൺട്രോള് സി ആണ്. ഇനി which of the following tab is equation tool available in Word 2007? ഇക്വേഷൻ ടാബ് ഒക്കെ പുഷ്പം പോലെ കിട്ടൂലേ? ഇനി കിട്ടൂലേ? ഇക്വേഷൻ ടൂൾ എവിടുന്നാ കിട്ടുക? ഏത് ടാബിലാ? സിമ്പിൾ, ഇക്വേഷൻ, ഇൻസേർട്ട്, റെഫറൻസ്. ഇത് ശരിക്കും കൺഫ്യൂഷൻ ആണല്ലേ? ചിലർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടാക്കും ഇത്. ഇക്വേഷൻസ് എന്ന് പറയുന്ന ടാബ് ഉണ്ടോ? റെഫറൻസ് എന്ന് പറയുന്ന ടാബിൽ നിന്നാണോ? അല്ല. ഏതാണ്? സിമ്പിൾ ആണോ? ടാബ് ഇൻസേർട്ട് അല്ലേ? ഇൻസേർട്ട് ടാബ് അല്ലേ? നോക്കിയേ, ഇൻസേർട്ട് ടാബിലല്ലേ ഇക്വേഷൻസും സിമ്പിൾസും ഉള്ളത്? ടാബാ ചോദിച്ചേ കേട്ടോ. കൃത്യമായ പഠനം വേണം, പക്കാ പഠനം വേണം അല്ലേ? അപ്പൊ ഇൻസേർട്ട് ടാബിലാണ് സിമ്പിൾസ് ആൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് കേട്ടോ. യെസ്, ഓക്കെ. ഇനി എ ഡോക്യുമെന്റ് നെയിം while opening a blank document in Word 2007. ഞാൻ ചെയ്ത് കാണിച്ചതാണ്. ഒരു പുതിയ ഡോക്യുമെന്റ് എടുത്തു കഴിഞ്ഞാൽ ഏത് പേരിലായിരിക്കും അത് ഓട്ടോമാറ്റിക്കലി വരിക? A default document name while opening a blank document in Word 2007. document 1 എന്നുള്ള പേരിലായിരിക്കും ബൈ ഡിഫോൾട്ട് വരിക കേട്ടോ. യെസ്. ഇപ്പൊ ഇങ്ങനെ കമന്റ് ചെയ്യാൻ എന്ത് എളുപ്പമാണ് അല്ലേ? രാത്രി പരീക്ഷയുണ്ട്. 10 മണിക്ക് 10 ക്ലാസ്സിന്റെ ബേസ് ചെയ്തുള്ള പരീക്ഷയുണ്ട്. 11 ക്ലാസ്സിന്റെ ബേസ് ചെയ്തുള്ള പരീക്ഷയുണ്ട്. യെസ്, എല്ലാവരും നല്ല രീതിയിൽ പഠിച്ച് എഴുതാൻ ശ്രമിക്കുക കേട്ടോ. തകർക്കണം കേട്ടോ. യെസ്, ഒന്നാം റാങ്ക് കിട്ടുന്ന ആൾക്ക് യെസ്, നമുക്ക് ഇന്നേ 10 മണി മുതൽ 11 മണി വരെ പരീക്ഷ വെക്കാം. ഒന്നാം റാങ്ക് കിട്ടുന്ന ആൾക്ക് ഞാൻ സബ്സ്ക്രിപ്ഷൻ ഫ്രീ ആയിട്ട് നൽകുകയാണ്. ഇത് ഫ്രീ ക്ലാസ്സിലെ കുട്ടികൾക്കും കൂടി ഇന്നത്തെ പരീക്ഷ ഞാൻ ലൈവായിട്ട് വെച്ചോട്ടെ. ഒന്നാം റാങ്ക് കിട്ടുന്ന ആൾക്ക് സബ്സ്ക്രിപ്ഷൻ ഫ്രീ ആണ്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കൂട്ടുകാരനെ എന്ത് ചെയ്യാം? സജസ്റ്റ് ചെയ്യാം. അതായത് നിങ്ങളുടെ ഒരു കൂട്ടുകാരനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് അവരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പൈസ വാങ്ങാം കേട്ടോ. യെസ്, അപ്പോ ഇനി നിങ്ങളല്ലാത്ത അല്ലെങ്കിൽ ഫ്രീയിൽ പഠിക്കുന്ന ആളുകൾക്കാണ് സമ്മാനം കിട്ടുന്നതെങ്കിൽ അവർക്ക് സബ്സ്ക്രിപ്ഷൻ ഫ്രീ ആയിട്ട് കൊടുക്കും. 10 to 11 വരെ പരീക്ഷ എഴുതാം കേട്ടോ. യെസ്, അങ്ങനെ ഒരു തീരുമാനം എടുത്തു. ഗിഫ്റ്റ് ഒക്കെ അയച്ചു തരണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടല്ലേ? ഇതാകുമ്പോ നമുക്ക് ഓൺലൈൻ ആയിട്ട് തന്നെ ചെയ്യാലോ കേട്ടോ. യെസ്. പിന്നെ 9 മണിക്ക് ആക്കാൻ പറ്റും. ഒരു 9 മണിക്ക് ഞാൻ പള്ളിയിലായിരിക്കും. എക്സാമിന്റെ സമയത്ത്, പ്രത്യേകിച്ചും ടൈപ്പിസ്റ്റ് ബാച്ചിന്റെ എക്സാം നടക്കുന്ന സമയത്ത് എനിക്കൊരു സ്വൈര്യം ഉണ്ടാവാറില്ല. കിട്ടുന്നില്ല സാർ. എന്നിട്ട് അയാളുടെ ചാറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച അയാൾക്ക് പറഞ്ഞു കൊടുത്തത്. എന്നിട്ട് ഞാൻ ആ മെസ്സേജ് തന്നെ എടുത്തിട്ട് അയാൾക്ക് ഒന്നും കൂടെ ഫോർവേഡ് ചെയ്യും. എന്താണ് കിട്ടാത്തതെന്നുള്ളതിന് റീസൺ മുകളിൽ ഉണ്ടാവും അയാളുടെ ചാറ്റിൽ തന്നെ. എന്നിട്ട് ഞാൻ അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഫോർവേഡ് ചെയ്തിട്ട് അയാൾക്ക് തന്നെ അയച്ചു കൊടുക്കും. ഇപ്പൊ കിട്ടുന്നുണ്ട് സാർ. അടുത്ത ആഴ്ച അയാൾ പിന്നെയും ചോദിക്കും. യെസ്, അപ്പോ അതുകൊണ്ട് 9 മണിക്ക് ഞാൻ പള്ളിയിലായിരിക്കും. നോമ്പായതുകൊണ്ട് 8:15 to 9:45 പള്ളിയിലായിരിക്കും. അതുകൊണ്ടാണ് 10 മണി വെക്കുന്നത് കേട്ടോ. യെസ്, ഓക്കെ. അപ്പൊ നിങ്ങൾക്ക്
പച്ചവെള്ളത്തിൽ ടൈപ്പിസ്റ്റ് ബാച്ച് എപ്പോ തുടങ്ങുന്നോ അതിലുള്ള എല്ലാ ബാച്ചും നിങ്ങൾക്ക് സൗജന്യമായിട്ട് കിട്ടും. പോരെ? 1ാം റാങ്ക് കിട്ടുന്ന ആൾക്ക് മാത്രം കേട്ടോ. 1ാം റാങ്ക് കിട്ടുന്ന ആൾക്ക് മാത്രം. ഓക്കെ. പച്ചവെള്ളത്തിൽ ഇനി നമുക്കിനി ഓരോ പരീക്ഷകൾ വരുമ്പോ ലോങ് ടൈം ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. പിന്നെന്താ പറയാ, ഇനി വേറെ ഏതെങ്കിലുമൊക്കെ ബാച്ചുകൾ ഉണ്ടെങ്കിൽ അതിന്റെയൊക്കെ ലൈവ് ക്ലാസ്സുകളെ നമ്മൾ തുടങ്ങുന്ന സമയത്ത് ലൈഫ് ലോങ് പച്ചവെള്ളത്തിന്റെ അത് വേണ്ട, ഒരു ബാച്ച് അല്ലെ ആയിക്കോട്ടെ, ലൈഫ് ലോങ് പറഞ്ഞല്ലേ, ഇനി തിരുത്തുന്നില്ല. നിങ്ങൾക്ക് പച്ചവെള്ളത്തിന്റെ എന്താണ് ബാച്ചുകൾ സൗജന്യമായിട്ട് കിട്ടും കേട്ടോ. അപ്പൊ നന്നായിട്ട് പഠിച്ചിട്ട് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. 1ാം റാങ്ക് ഒരാൾക്കേ ഉണ്ടാവുള്ളൂ. 1ാം റാങ്ക് ഒരാൾക്കേ ഉണ്ടാവുള്ളൂ. 40 ചോദ്യമാണെങ്കിൽ 30 ചോദ്യമാണെങ്കിൽ 30ൽ 30 അടിച്ച് 10 പേരുണ്ടെങ്കിലും അതിൽ 1ാം റാങ്ക് ഒരാൾക്കേ ഉണ്ടാവുള്ളൂ. കാരണം ഏറ്റവും മിനിമം സമയത്തിനുള്ളിൽ ചെയ്ത ആള് ഒന്നേ ഉണ്ടാവുള്ളൂ കേട്ടോ. A74 ഞാൻ ഇതൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. ഓർഫൻ വിൻഡോന്റെ ക്വസ്റ്റ്യൻസ് ഞാൻ കാണിക്കാം കേട്ടോ. യെസ്. അങ്ങനെയോ ആവട്ടെ. യെസ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മൾ ഓർഫനും വിഡോന്റെയും ക്വസ്റ്റ്യൻസ് ഒന്ന് ചോദിച്ചു. ഇതാ ഓർഫൻ വിഡോ ടാബ് എവിടെയാണ് ഉള്ളത് എന്നുള്ളതാണ് ചോദ്യം. ഇതാ ഓർഫൻ വിഡോ ഒഴിവാക്കാനുള്ളത് എവിടെയാണ്? ഹോം ടാബില്. ഹോം ടാബ് എടുത്തിട്ട് പാരഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്തുണ്ട് ഓർഫൻ ആൻഡ് വിഡോ കൺട്രോൾ എന്ന് പറയുന്നത് കേട്ടോ. യെസ്. ഇത് നമ്മൾ പേജ് ലേഔട്ട് എടുത്തതിന് ശേഷം ഈ പാരഗ്രാഫ് ടാബിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഒന്നും കൂടി ഡിസ്കസ് ചെയ്യും. ഓക്കെ, സെറ്റ്. യെസ്. അപ്പോ അങ്ങനെ നെക്സ്റ്റ് പോട്ടെ. എവിടെത്തി? A74 കണ്ടില്ലേ? A74 പിന്നെ ഞാൻ കാണിച്ചിട്ടും ചോദിക്കുന്നു. ഹലോ ചെക്ക്. A74 ഒന്ന് കമന്റ് ചെയ്യുക. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ സെർച്ച് എഞ്ചിൻ? നമ്മുടെ ഈ ഏരിയയിൽ വരുന്നതല്ല, എന്നാലും ഒന്ന് പറയാം. ഓക്കെ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ സെർച്ച് എഞ്ചിൻ? ഗൂഗിൾ സെർച്ച് എഞ്ചിൻ ആണോ? ബിങ് സെർച്ച് എഞ്ചിൻ ആണോ? യാഹൂ സെർച്ച് എഞ്ചിൻ ആണോ? റെഡിഫ് സെർച്ച് എഞ്ചിൻ ആണോ? ഇതിലേതാണ് സെർച്ച് എഞ്ചിൻ? അല്ല, സെർച്ച് എഞ്ചിൻ അല്ലാത്തത് ഗൂഗിൾ സെർച്ച് എഞ്ചിൻ ആണ്, ബിങ് സെർച്ച് എഞ്ചിൻ ആണ്, യാഹൂ സെർച്ച് എഞ്ചിൻ ആണോ? അതെ. റെഡിഫ് എന്ന് പറയുന്നത് മെയിൽ ആണ്. യെസ്, റെഡിഫ് എന്ന് പറയുന്നത് മെയിൽ ആണ് കേട്ടോ. അപ്പൊ റെഡിഫ് എന്ന് പറയുന്നത് യെസ് മെയിൽ അയക്കാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ആരാ കണ്ടുപിടിച്ചേ? അജിത്ത് ബാലകൃഷ്ണൻ. ആരാ? അജിത്ത് ബാലകൃഷ്ണൻ ആണ് ഇത് കണ്ടുപിടിച്ചത് എന്ന് നോട്ട് ചെയ്തു. അടുത്ത ചോദ്യം, ദ ഷോർട്ട് കട്ട് കീ യൂസ് ടു ചേഞ്ച് ഓൾ ടെക്സ്റ്റ് ടു ക്യാപിറ്റൽ ലെറ്റേഴ്സ്. എല്ലാം ക്യാപിറ്റൽ ലെറ്റേഴ്സിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഷോർട്ട് കട്ട് കീ ഏതാണ് എന്ന് വിഷയം. കൺട്രോൾ ഷിഫ്റ്റ് എ, കൺട്രോൾ ഷിഫ്റ്റ് എ, കൺട്രോൾ ഷിഫ്റ്റ് ഡി, കൺട്രോൾ ഷിഫ്റ്റ് എസ്. ഏതാണ്? യെസ്, ക്യാപിറ്റൽ ലെറ്ററിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഷോർട്ട് കട്ട് കീ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാല് കൺട്രോൾ ഷിഫ്റ്റ് എ ആണ് എന്ന പോയിന്റ് എന്ത് ചെയ്യാം? പഠിച്ച് വെക്കാം കേട്ടോ. യെസ്. അടുത്ത ചോദ്യം കൊണ്ടു നോക്കുന്നതിന് തീർക്കണം, പെട്ടെന്ന് നോക്കാം നമുക്ക്. ഇൻ വേർഡ് 2007 കൺട്രോൾ എച്ച് ഈസ് യൂസ് ടു. കൺട്രോൾ എച്ച് ഈസ് യൂസ്ഡ് ടു. എച്ച് എന്തിനാ? കൺട്രോൾ എച്ച് എന്തിനാണ്? പെട്ടെന്ന് പറഞ്ഞോളൂ. എച്ച് എന്തിനാ? സെലക്ട് ചെയ്യാനാണോ? അല്ല, റീപ്ലേസ് ചെയ്യാനാണ് അല്ലെ. റീപ്ലേസ് ടെക്സ്റ്റ് ആണ് എന്ന് പഠിച്ചു വെക്കാം. ഇനി വിച്ച് ഓഫ് ദി ഫോളോയിങ് റീപ്ലേസ് ഓപ്ഷൻ അവൈലബിൾ ഇൻ 2007? റീപ്ലേസ് ഓപ്ഷൻ എവിടെയുള്ളത്? ഏത് ടാബിലാണുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ 2 അടുപ്പിച്ചുള്ള ക്വസ്റ്റ്യൻ ഒരേ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് അല്ലെ. കൺട്രോൾ എച്ച് എന്ന് പറയുന്നത് റീപ്ലേസ് ചെയ്യാനാണ്. സൂം ചെയ്യണോ? യെസ്. ചാറ്റ് ബോക്സ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി വലുതാക്കി കാണാം. ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഇതൊക്കെ റീസെന്റ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. നമ്മൾ 2023, 22, 20 ഒക്കെയാണ് ആദ്യം എടുക്കുക കേട്ടോ. 15, 14, 19, 16 ഒക്കെ നമ്മള് ലാസ്റ്റ് എടുക്കുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ഏതാണ് റീപ്ലേസ് ഓപ്ഷൻ? ഫൈൻഡും റീപ്ലേസും ഗോറ്റും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹോം ടാബ് പഠിച്ചപ്പോ കേട്ടോ. യെസ്. അടുത്ത ചോദ്യം ഒന്ന് ശ്രദ്ധിച്ചേ. വേർഡ് 2007 സപ്പോർട്ട്സ് എക്സ്പോർട്ടിംഗ് യുവർ ഫയൽ ആസ്.
ഓക്കെ, വേർഡ് 2007 സപ്പോർട്ട് എക്സ്പോർട്ടിംഗ് യുവർ ഫയൽ ആസ്. ഏതൊക്കെ ഫോർമാറ്റിൽ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, യെസ്, ഇത് ഏതൊക്കെ ഫയൽ ഫോർമാറ്റിൽ നമ്മളെ ഫയൽസിനെ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കും ചോദിച്ചു കഴിഞ്ഞാല്, യെസ്, PNG പറ്റൂല, PDF പറ്റും കേട്ടോ, യെസ്, PPT പറ്റൂല, ഡോക്കിൽ പറ്റും. അപ്പൊ PDF ആൻഡ് XPS ആണ് എന്ന പോയിന്റ് പഠിച്ചു കേട്ടോ. ഇത് PS ചോദ്യമാണ്. 2007 സപ്പോർട്ട് എക്സ്പോർട്ടിംഗ് യുവർ ഫയൽ ആസ് ഡാഷ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് PDF ആൻഡ് XPS എന്ന് പഠിച്ചു. പിന്നെ അടുത്തത്, in Word 2007 consists of several tabs and groups with the buttons and commands is called dash. ഓക്കെ, എത്ര ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചു? പരമാവധി ഞാൻ ഒഴിവാക്കുന്നുണ്ട്, പിന്നെ ഇടയിലൊക്കെ വരുന്നത് ആണ് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തത് അല്ലെ, റിബൺ. ഓക്കെ, കൺസിസ്റ്റ് ഓഫ് സെവറൽ ടാബ്സ് ഇൻ ഗ്രൂപ്പ്സ് വിത്ത് ബട്ടൺസ് ആൻഡ് കമാൻഡ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് റിബൺ ആണ് എന്ന് നോട്ട് ചെയ്തു വെക്കാം. ഇനി ടു പ്രിന്റ് എ ഡോക്യുമെന്റ് വിച്ച് ഓഫ് ദി ഷോർട്ട് കീ ഈസ് യൂസ്ഡ്. പ്രിന്റ് ചെയ്യാൻ വേണ്ടിട്ട് ഏതാ പ്രിന്റ് ചെയ്യാൻ വേണ്ടിട്ട് ഏതാണ്? കൺട്രോൾ P ആണ് കേട്ടോ, കൺട്രോൾ P ആണെന്നുള്ളതിലെ ഒരു സംശയവും ആർക്കും വേണ്ട. ഓക്കെ, യെസ്, അപ്പൊ അത് നമ്മളെ പറഞ്ഞു. ഇനി അടുത്തത് ശ്രദ്ധിച്ച് ചെയ്യുക, കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. In MS Word 2007 document, function key F7 is used for dash. അതാ കൂട്ടത്തിൽ അങ്ങ് വന്നതുകൊണ്ട് എടുത്താണേ. ഇത് നമ്മൾ എടുക്കുന്ന ടോപ്പിക്കാണ്, നമ്മൾ വരാൻ പോകുന്ന ടോപ്പിക്കാണ്. എന്താണ് F7 എന്ന് പറയുന്നത്? എന്തിനാണ്? സ്പെൽ ചെക്കിന് വേണ്ടിയിട്ടാണ് കേട്ടോ, സ്പെൽ ചെക്കിന് വേണ്ടിയിട്ടാണ് എന്ന് പഠിച്ച് വെക്കാം. ഓക്കെ, in MS Word 2007 software, the smallest default font is 8 and largest default font size is 72. ഏതാണ് ഇതിലെ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലാണ്? ഒന്ന് വായിച്ചു നോക്കിയേ, ഏതാണ് ഇതിൽ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ? ശ്രദ്ധിച്ചു വായിച്ചോ, 8 ശരിയാണ്. ഇനിയും സൂം ചെയ്ത് കഴിഞ്ഞാല് കാണാൻ പറ്റുന്നുണ്ടല്ലോ. എന്താ നിങ്ങൾ പറയുന്നത്? എന്റെ ഫോണിൽ ഇതാ ഞാൻ ലൈവായിട്ട് ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുക, വളരെ കൃത്യമായിട്ട് കാണുന്നുണ്ടല്ലോ, ഇല്ലേ മക്കളെ? ചിലപ്പോ കാണാത്തവര് യെസ്, അവരുടെ ക്വാളിറ്റി വ്യത്യാസം ഉണ്ടാവുമായിരിക്കും. നമ്മുടെ സ്ക്രീനിൽ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചക്രം കാണും, ആ ചക്രത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് 720 ഒന്ന് ആക്കാൻ നോക്കുക കേട്ടോ. യെസ്, യെസ്, കാരണം ഇനിയും സൂം ചെയ്ത് കഴിഞ്ഞാല് കുഴപ്പമില്ല, ഒന്നുകൂടി സൂം ചെയ്യാം അല്ലെ. അപ്പൊ ഇത് 78 അല്ല 72 ആണ് അല്ലെ, 78 അല്ല 72 ആണ്. ഓക്കെ, യെസ്. അപ്പോ സ്മോളസ്റ്റ് ഡിഫോൾട്ട് ഫോണ്ട് എന്ന് പറയുന്നത് എന്താണ്? 8 ആണ്. ലാർജസ്റ്റ് 72 ആണ്. അപ്പൊ 1 ശരിയാണ്, 2 തെറ്റാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. സിമ്പിൾ അല്ലെ. In order to change the alignment of a paragraph into center alignment in Word 2007 document, we execute dash. Okay, സെന്ററിലേക്ക് വരാൻ വേണ്ടിട്ട് ഏതാ? സെന്ററിലേക്ക് വരാൻ വേണ്ടിട്ട് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ? യെസ്, അതെ, കൺട്രോൾ E ആണ് എന്ന് നമ്മൾ പഠിച്ചതാണ് അല്ലെ. യെസ്, കൺട്രോൾ E ആണ് സെന്ററിലേക്ക് വരാൻ എന്ന് പഠിച്ചു നോക്കാം. ഇനി അടുത്തത് നോക്കിയേ, വിച്ച് ഓഫ് ദി ഫോളോയിങ് കറക്റ്റ്ലി മാച്ച്ഡ്. ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്തിരിക്കുന്നത്? ഒന്ന് വായിച്ചിട്ട് ഉത്തരം പറഞ്ഞേ. അയ്യോ, 2 ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് യെസ്, ഏതാ ആൻസർ? ആൻസർ സി ആണ് ആൻസർ. കറക്റ്റ്ലി മാച്ച്ഡ്. കൺട്രോൾ എ സെലക്ട് ഓൾ ആണ്. ടു പേസ്റ്റ് ആണോ? അല്ല, തെറ്റ്. കൺട്രോൾ എക്സ് കട്ട് ആണ്. റീഡു ആണോ? അല്ല. കൺട്രോൾ സെഡ് അൺഡു ശരിയാണ്. കൺട്രോൾ സി കട്ടല്ല, കോപ്പി ആണ്. അപ്പൊ 3 എണ്ണം തെറ്റാണ്, 1 എണ്ണം ശരിയാണ്. കൺട്രോൾ സെഡ്, അപ്പൊ ഓപ്ഷൻ സി ആണ് ആൻസർ. പക്ക. XPSന്റെ പൂർണ്ണരൂപം മൈക്രോസോഫ്റ്റിന്റെ ഒരു ഫയലാണ് XPS കേട്ടോ. മൈക്രോസോഫ്റ്റ് XML പേപ്പർ സ്പെസിഫിക്കേഷൻ, ഇതാണ് അതിന്റെ പൂർണ്ണരൂപം കേട്ടോ. യെസ്, ഓക്കെ. മൈക്രോസോഫ്റ്റ് XML പേപ്പർ സ്പെസിഫിക്കേഷൻ എന്നുള്ളതാണ് XPS എന്നുള്ളതിന്റെ പൂർണ്ണരൂപം. XPS
XPS ഫയല് അതിലേക്ക് ലോഡ് ചെയ്യാന്ന് പറഞ്ഞില്ലേ, മൈക്രോസോഫ്റ്റ് XML പേപ്പർ സ്പെസിഫിക്കേഷൻ ചെയ്ത് വെക്കാം കേട്ടോ. യെസ്, അതാണ് അതിന്റെ പൂർണ്ണരൂപം, അതും പഠിച്ച് വെക്കാം. PDF-ലും XPS-ലും ആണ് ലോഡ് ചെയ്യാൻ സാധിക്കുക, എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കുക എന്ന് പറഞ്ഞു കേട്ടോ. യെസ്, ഓക്കെ. ഇനി അടുത്ത ചോദ്യം, വൈൽ ക്രിയേറ്റിംഗ് എ ഡ്രോപ്പ് ക്യാപ്പ് ഇൻ എ പാരഗ്രാഫ് ഇൻ MS Word 2007, maximum number of lines can be set up for a drop cap and maximum distance from the text respectively. Okay, എത്ര ലൈൻ ആണ്, എത്ര ഡിസ്റ്റൻസിൽ ചെയ്യാൻ സാധിക്കും? യെസ്, ഡിസ്റ്റൻസ് നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നു 10. ഓക്കെ, ഓപ്ഷൻ ബി കട്ട് ചെയ്യാം, ബാക്കിയൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാക്കും. ഏതാ ആൻസർ? 10 ലൈനാണ്, 22 ഇഞ്ചാണ് കേട്ടോ. 25 ഇഞ്ച് സ്പേസിലാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുക. അന്ന് നമ്മൾ പറഞ്ഞിരുന്നത് ലൈൻസിനനുസരിച്ചാണെന്ന് പറഞ്ഞു, പക്ഷെ അതിനൊരു കണക്കിന്റെ 22 ഇഞ്ചസിലാണ് എന്ന് കൂടി ഓർത്ത് വെക്കാം, കൂട്ടിച്ചേർക്കാം കേട്ടോ. 10 ലൈൻസ് 22 ഇഞ്ച് എന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഡ്രോപ്പ് ക്യാപ്പ് 10 ലൈന് വരെ സെറ്റ് ചെയ്യാം. ഇനി പിന്നെ നമ്മുടെ വേർഡ് സൈസ് കൂടുതലാണെങ്കിൽ 22 ഇഞ്ച് വരെയാണ് മാക്സിമം. ഇനി 55.88 സെന്റിമീറ്റർ എന്ന പോയിന്റ് ഓർത്ത് വെക്കാം കേട്ടോ. ഈ 22 ഇഞ്ച് 55.88 സെന്റിമീറ്റർ വളരെ ഇമ്പോർട്ടന്റ് ആണ്, പലയിടത്തും ആവശ്യമുണ്ട്. ഓക്കെ, യെസ്. അപ്പോ ഇതുപോലെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷന്റെ ക്ലാസ് നമുക്ക് വേണ്ടേ? വേണ്ടേ? ഇതുപോലെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷന്റെ ക്ലാസ് വേണ്ടേ? ഇത് എന്ന് വരെ ഉണ്ടാവും എന്നറിയോ? ഈ പരിപാടി ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷന്റെ ക്ലാസ് എന്ന് വരെ ഉണ്ടാവും എന്നറിയോ? നിങ്ങള് എത്ര കാലം ടൈപ്പിസ്റ്റ് എക്സാമിന് വേണ്ടി പച്ചവെള്ളത്തോടൊപ്പം പഠിക്കുന്നു അത്രയും കാലം ഈ പരിപാടി നമ്മൾ തുടരും കേട്ടോ. യെസ്, ഓക്കെ. എത്ര കാലം നിങ്ങൾ പഠിക്കുന്നുവോ അത്രയും കാലം എന്ത് ചെയ്യും? നമുക്ക് പഠനം തുടരും. ഓക്കെ, എന്ന് വിചാരിച്ച് നമ്മളെ തിയറി രൂപത്തിൽ നമ്മൾ ആദ്യം എടുത്ത പോലെ ടാബുകളൊക്കെ കാണിച്ചിട്ട് ഓരോരോ ഓപ്ഷൻസ് സെലക്ട് ചെയ്ത് പഠിക്കാതിരിക്കാൻ നമുക്ക് പറ്റുമോ? ഈ രീതി മാത്രം പഠിച്ചാൽ മതിയോ? ഒരിക്കലും പാടില്ല. അപ്പോ PSC ഇതൊന്നും അല്ലാത്ത ചോദ്യങ്ങളാണ് കൊണ്ടിരുന്നെങ്കിൽ നമ്മൾ എന്താണ്? യെസ്, മുകളിലേക്ക് നോക്കിയിരിക്കേണ്ടി വരും, അട്ടം നോക്കിയിരിക്കേണ്ടി വരും, അല്ലേ? അല്ലേ? യെസ്. അതുകൊണ്ട് നമ്മളെ എന്താണ് ഓപ്ഷൻസ്, ഒരു ഓവറോൾ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? ടാബ് നോക്കി സെലക്ട് ചെയ്ത് പഠിക്കുന്നു. ഒപ്പം ഇതിനോടൊപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇടതടവില്ലാതെ നമ്മൾ ഇങ്ങനെ ചെയ്തു പോവുകയും ചെയ്യും. പോരെ? അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി എനിക്ക് PYQs മാത്രം വേണമെങ്കിൽ, ഈ ഹോം ടാബും ഇൻസേർട്ട് ടാബും വെച്ചുള്ള PYQs മാത്രം വേണമെങ്കിൽ എനിക്ക് ഒരു 15 ദിവസം കൂടെ ക്ലാസ് എടുക്കാം. അപ്പൊ നമ്മളെ ബാക്കിയുള്ള ടാബൊക്കെ പഠിക്കാനുള്ള സമയം കിട്ടുമോ ഇല്ലയോ എന്നുള്ള ഒരു മൈൻഡ് നമുക്ക് പ്രശ്നം വരും. അതുകൊണ്ട് നമുക്ക് ടാബുകളുടെ പഠനം എന്താണ് മുന്നിൽ വെച്ചുകൊണ്ട് പോകാം. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ പിന്നെ നമുക്ക് അവസാനം സമയം കിട്ടുന്ന അത്രയും നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഒരേ യെസ്. അപ്പൊ നാളെ നമ്മളെ പേജ് ലേഔട്ട് നമ്മൾ ഇങ്ങനെ ഇവിടെ തന്നെ കുറെ നേരം നിന്ന് കഴിഞ്ഞാൽ നമ്മൾ എക്സൽ ഉണ്ട്, പവർ പോയിന്റ് ഉണ്ട്, ടൈപ്പ് ഉണ്ട്, കമ്പ്യൂട്ടർ ഉണ്ട്. അപ്പൊ നമുക്ക് സമയം കിട്ടുമോ എന്നുള്ള ഒരു ഇത് വരും. പിന്നെ നമുക്ക് ഇത് ടോപ്പിക്കുകളെ നമ്മൾ നേരത്തെ കവർ ചെയ്യുകയാണെങ്കിൽ പിന്നെ നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ തന്നെ ആയിരിക്കും പിന്നെ പരീക്ഷ വരെ. ഒരേ യെസ്. ഓക്കെ, A47 ഇങ്ങനെ ചെയ്യുന്നതാ യൂസ്ഫുൾ, ഇങ്ങനെ മാത്രം ചെയ്യുന്നതാണോ യൂസ്ഫുൾ എന്നുള്ളതിനും കൂടി ആൻസർ പറയണേ. യെസ് കേട്ടോ. യെസ്, അതെ, പഠിച്ചിട്ട് ഇങ്ങനെ ചെയ്യുമ്പോഴേ ഇത് യൂസ്ഫുൾ ആവുള്ളൂ. പിന്നെ എല്ലാം പഠിച്ച ആളുകൾക്ക് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും യൂസ്ഫുൾ കേട്ടോ. അത് വേറെ കാര്യം. പക്ഷെ നമ്മുടെ ക്ലാസ്സിലുള്ള എല്ലാവരെയും നമ്മൾ കൺസിഡർ ചെയ്യണമല്ലോ. എല്ലാം പഠിച്ച വിളവന്മാരുണ്ടാവുമല്ലോ, ഫുള്ള് കംപ്ലീറ്റ് പഠിച്ചിട്ട് ജസ്റ്റ് റിവിഷന് വേണ്ടി മാത്രം വന്ന ആളുകളും ഇതിനകത്തുണ്ട്, എനിക്കറിയാം. ഓക്കെ, അവർക്ക് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും യൂസ്ഫുള്ള്. പക്ഷെ പാവപ്പെട്ട ആളുകളെ, തുടക്കക്കാരായ ആളുകളും ഇതിനകത്തുണ്ട്, അവരെ നമുക്ക് കൺസിഡർ ചെയ്യണം. ഓരോ ടാബുകളും നമ്മൾ കാണിച്ച് പഠിച്ച് അവസാനം നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് പോകാം കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ എല്ലാവർക്കും നന്ദി, നമസ്കാരം. രാത്രി 10 മണിക്ക് ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് പരീക്ഷ എഴുതുക കേട്ടോ. നന്നായിട്ട് പരീക്ഷ എഴുതുക, അടിപൊളിയായിട്ട് പരീക്ഷ എഴുതുക. ഞാൻ പറഞ്ഞ ഓഫറെ മറക്കണ്ട. ഓക്കെ, യെസ്. അപ്പൊ എല്ലാവർക്കും നന്ദി, നമസ്കാരം. പുതിയതായിട്ട് വന്ന ആളുകൾക്കൊക്കെ എന്തെങ്കിലും സംശയം, പഠനം എവിടെ തുടങ്ങണം, എങ്ങനെയാ ചെയ്യേണ്ടത് എന്നുള്ളതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുകയും ചെയ്യാം കേട്ടോ. യെസ്. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർ ആരെങ്കിലും ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ 7510116655 എന്ന നമ്പറിൽ മെസ്സേജ് അയച്ചു കേട്ടോ. അപ്പൊ see you. Bye.